യെസ്, തികച്ചും ജനാധിപത്യപരമായ സംവാദമാണ്. ഷാക്കിർ ഇടപെട്ട് എന്തോ ചോദിക്കണമെന്ന് പറഞ്ഞു. ഷാക്കിറിലേക്ക് പോകുന്നു. ഷാക്കിർ, എന്നോടാ ചോദിച്ചേ? യെസ് ഷാക്കിർ, ചോദിക്കാം. അതായത് ഇപ്പോ ചില രാജ്യങ്ങളിൽ ഇങ്ങനെയാണ്, ചില രാജ്യങ്ങൾ മറ്റു രീതിയിലാണ്. മമ്മൂട്ടിയുടെ വൈഫിനൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ താത്തക്ക്, അതായത് വിശുദ്ധ ഖുർആനും ഹദീസുമാണ്. വ്യക്തികൾ ആരെങ്കിലും പറയുന്നതോ അല്ലെങ്കിൽ വ്യക്തികൾ വിശ്വസിക്കുന്നതോ ഇപ്പൊ നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾ വ്യാഖ്യാനിക്കുന്നതോ ഞാൻ എന്റെ ഇഷ്ടത്തിന് പറയുന്നതോ അല്ലല്ലോ ഇസ്ലാം. അത് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ വ്യക്തിപരമാണ്. ഇസ്ലാമിന് അടിസ്ഥാന ഗ്രന്ഥങ്ങൾ രണ്ടെണ്ണം, ഒന്ന് വിശുദ്ധ ഖുർആനും മറ്റു നിങ്ങൾ ആ വ്യക്തി ഇന്നത് ചെയ്തു, ഈ വ്യക്തി ഇന്നത് ചെയ്തു. ഇപ്പൊ പല വിശ്വാസവും പല AP ഉസ്താദ് പറഞ്ഞത് ഇസ്ലാമാണോ അതോ AP ഉസ്താദിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണോ? AP ഉസ്താദ് പറഞ്ഞ ഇസ്ലാമാണോ അല്ലേ? അല്ല, ഞാൻ പറഞ്ഞു തുടക്കത്തില് അല്ല, നിങ്ങൾ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഞാൻ ചോദിക്കണേ. AP ഉസ്താദ് പറഞ്ഞത് ഇസ്ലാമാണോ അല്ലേ? കേരളത്തിൽ ജീവിച്ചിരിക്കണതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പണ്ഡിതനാണ് ഇസ്ലാമികപരമായിട്ട് AP ഉസ്താദ്. ഇപ്പോഴും ഈ പ്രായത്തിലും ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ അയാള് മുസ്ലിം അല്ലേ? അല്ല, അയാൾ പറഞ്ഞത് ഇസ്ലാമാണോ അല്ലേ? അറിയേണ്ടത് ആരിഫെ, നമുക്ക് അതല്ല അറിയേണ്ടത്. AP ഉസ്താദ് പറഞ്ഞത് ഖുർആനും ഹദീസും മുൻനിർത്തിയാണോ അല്ലേ ഷാക്കിറെ? അത് മാത്രമേ അറിയണ്ടൂ. ഖുർആനിലും ഹദീസിലും ഉള്ളതാണോ പറഞ്ഞത്? നിങ്ങൾ ജനൻ ടിവിയുടെ അവതാരകനും നിങ്ങൾ എല്ലാവരും കൂടെ ഒരുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യം. അതൊന്നും ഇവിടെ വിഷയമല്ല, നമുക്ക് വിഷയമാണ് പ്രധാനം. എല്ലാവരുടെയും ചോദ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. AP ഉസ്താദ് പറഞ്ഞത് ഖുർആനും ഹദീസുമാണോ അല്ലേ? ഞാൻ തുടക്കത്ത് പറഞ്ഞത് ശ്രീ ജാമിദ കേട്ടിട്ടില്ലേ? തുടക്കത്ത് പറഞ്ഞു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് അദ്ദേഹം മനസ്സിലാക്കിയ ദീൻ അനുസരിച്ച് വിശ്വാസികളോട് പറഞ്ഞ സംഗതിയാണ്. അത് 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 അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അദ്ദേഹം മനസ്സിലാക്കിയ ദീൻ അങ്ങനെയാണ്. അതിന് നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥത കാണിക്കുന്നത്? തീർച്ചയായിട്ടും നുസ്രത്തിനോടോ നിങ്ങൾ എന്തിനാ? അതിന് മറുപടി ഞാൻ പറഞ്ഞു തരാം. പിന്തിരിപ്പൻ ആശയങ്ങളെ എതിർക്കാൻ ജനാധിപത്യ സമൂഹത്തിൽ ഞങ്ങൾക്കും റൈറ്റ്സ് ഉണ്ട്. അത് എതിർത്തോടെ കുഴപ്പമില്ല. നിങ്ങൾക്ക് അഭിപ്രായം പറയാം. നിങ്ങൾ അങ്ങനെ ജീവിക്കണില്ലല്ലോ, നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം പറയാം. ആരും തടസ്സമല്ല, നിങ്ങൾ പറഞ്ഞോളൂ. അതല്ല ഇവിടുത്തെ വിഷയം അതല്ല ഷാക്കിർ. ഇപ്പൊ ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് ഷാക്കിറിന്റെ പെർമിഷൻ എനിക്ക് വേണ്ട. പറഞ്ഞത് ഷാക്കിറെ AP കാന്തപുരം പറഞ്ഞത് ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണോ അല്ലേ? ആണെങ്കിലും എനിക്ക് മറുപടിയുണ്ട്, അല്ലെങ്കിലും എനിക്ക് മറുപടിയുണ്ട്. ഷാക്കിർ അതിനെ പ്രതിനിധീകരിക്കാനാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ മറുപടി പറയും. അല്ല 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 ഞാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പ്രതിനിധീകരിക്കാൻ വന്നതല്ല. ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വീകാര്യമാണെന്നാണ് പറഞ്ഞത് ഷാക്കിർ. എന്റെ സ്റ്റേറ്റ്മെന്റ് വെരി ക്ലിയർ ആണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. നിങ്ങൾക്കറിയാലോ, ഇസ്ലാമിൽ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള മതസംഘടനകൾ ഒരുപാടുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മതപരമായ വിഷയങ്ങൾ അഭിപ്രായം പറയേണ്ടത് പണ്ഡിതന്മാരാണ്. ഇപ്പൊ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അംഗീകരിക്കാത്ത ഒരുപാട് പണ്ഡിതന്മാര് കേരളത്തിലില്ലേ? ഈ പണ്ഡിതൻ, ഒരൊറ്റ ക്വസ്റ്റ്യൻ, ആരാ ഇസ്ലാമിലെ പണ്ഡിതന്മാരെ നിശ്ചയിക്കുന്നത്? ആ നിശ്ചയിച്ചവർ മുഴുവൻ ഇസ്ലാം പഠിച്ചിട്ടാണോ ഇവിടെ പറയുന്നത്? അതും ഒരു ചോദ്യ. കാരണം ഈ ഖുർആനിലുള്ളത് ഖുർആൻ അംഗീകരിച്ച് ജീവിക്കുന്നവരോടാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞത്. ഖുർആൻ അംഗീകരിച്ച് മറുപടി ഞാൻ കൊടുക്കാം. അതല്ല എന്റെ മറുപടി. അതായത് ഖുർആൻ 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലൂടെ AP അടക്കം ഇന്ന് AP സുഖിപ്പിച്ചുകൊണ്ടുവന്ന ഉസ്താദിനെ അടക്കം ഇറങ്ങി പോടാന്ന് പറഞ്ഞ ഗ്രന്ഥമാ. ഞാൻ പറഞ്ഞു തരാം വചനം. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്യുന്നവരാണ്. ഇതിന്റെ മറുപടി ഞാൻ വേറെയും തരാം. AP കാന്തപുരത്തിന്റെ പെങ്ങന്മാരുണ്ട്, ഭർത്താവില്ലാത്ത പെങ്ങളുണ്ട്, അവരുടെ മക്കൾ MBBS പഠിച്ചവരുണ്ട്. വേണോ തെളിവ്? ഞാൻ എടുത്തു തരാം തെളിവ്. അവരെ ആരാ പഠിപ്പിച്ചത്? അവരെ മിക്സ്ഡ് സ്കൂളുകളിൽ തന്നെയല്ലേ പോയി പഠിച്ചത്? അല്ലെ? അവിടെ ആണും പെണ്ണും ഉണ്ടായിരുന്നില്ലേ? ഇവിടെ ഇദ്ദേഹം നോളജ് സിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർക്ക് മർക്കസിന്റെ സ്കൂളുകൾ എമ്പാടുമുണ്ട്. അവിടെയൊക്കെ സ്ത്രീ അധ്യാപകരില്ലേ? അവിടെ ആൺകുട്ടികളില്ലേ? അതുപോലെ അധ്യാപകന്മാരില്ലേ? അവിടെ പെൺകുട്ടികളില്ലേ? അപ്പൊ ഒരു പൊതുസമൂഹത്തിൽ ഒരു കാര്യം പറയുമ്പോ അത് ആദ്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കണം. ഇവരുടെ ഉറൂസില്ലേ? അതുപോലെ ഇവരുടെ നോളജ് സിറ്റിയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ലാന്ന് എഴുതി വെക്കട്ടെ, നമുക്ക് പറയാം. അപ്പൊ ഇവരുടെ കാര്യങ്ങൾ വരുമ്പോഴെല്ലാം ഇവർക്കെല്ലാം ചക്കരയാണ്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, AP പറഞ്ഞതില്
ഒരുപാട് വസ്തുതകളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ആ വസ്തുതകളെ ഇവരാദ്യം അംഗീകരിക്കാൻ തയ്യാറാകണം. പ്രവാചകൻ ഒരേ ഒരു ഹജ്ജേ ചെയ്തിട്ടുള്ളൂ. ആ ഹജ്ജ് സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞത് തറക്തു ഫീക്കും അംറൈൻ, ഞാൻ നിങ്ങൾ 2 കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. ലം തളില്ലു മാ തമസ്സക്തും ബിഹിമ, ആ 2 എണ്ണത്തിൽ 2 നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിപിഴയ്ക്കുകയില്ല. കിതാബില്ല, ഒന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, 2 സുന്നത്ത് റസൂലില്ല, 2 പ്രവാചകന്റെ ചര്യയാണ്. ഇത് 2ഉം പ്രവാചകന്റെ പത്നിയായ ആയിഷ ആദ്യം ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇല്ല എന്ന് ഷാക്കിർ ഒന്ന് പറയട്ടെ. ജമൽ യുദ്ധം, ഒട്ടകപ്പുറത്ത് കയറി യുദ്ധം ചെയ്തിട്ടുണ്ട് ആയിഷ. ഈ ലോക ചരിത്രത്തിൽ ഇസ്ലാമിക ചർച്ചയിൽ ഈ എന്താ പറയാ, പിന്നെ ഈ എവിടുന്നൊക്കെ കിട്ടിയ, എവിടുന്നൊക്കെയല്ല മദ്രസയില് നിങ്ങൾ പഠിച്ച മദ്രസയിൽ കിട്ടാത്തത്. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങൾ പോയി പഠിച്ചിട്ട് വരൂ, അതല്ലേ വേണ്ടേ? ഞാൻ സംസാരിക്കട്ടെ, ഒന്ന് സംസാരിക്കാൻ വിടൂ പ്ലീസ്, അനുവദിക്കൂ പ്ലീസ് പ്ലീസ്. ഓക്കെ, അതായത് ഈ ഇസ്ലാമിനെ കുറിച്ച് ബാലപാഠം പോലും അറിയാത്ത 3 ആളുകളെ ചുറ്റും ഇരുത്തി നിങ്ങൾ വിവരക്കേട് വിളിച്ചു പറയുമ്പോ, അതായത് വിവരക്കേട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ ഈ നേരത്തെ ആരിഫ് പറഞ്ഞു ഇല്ലാത്ത ഒരു ഹദീസ് നിസ്കാരത്തിന് മുമ്പിലൂടെ കഴുതയോ ഇല്ലാത്ത ഹദീസോ, ഹദീസിന്റെ നമ്പർ അടക്കല്ലേ ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾ ഇല്ലാത്ത ഹദീസ് പറയുന്നത് അത് നുണയാണ്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയൂ. നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് ഇല്ല എന്നല്ല പറയേണ്ടത്, നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയൂ. ഞാൻ അതിന്റെ ഹദീസ് നമ്പർ അടക്കാണ് പറഞ്ഞത്. സഹീഹ് ബുഖാരി 511. നിങ്ങൾ പുസ്തകം എടുക്കൂ, നിങ്ങൾ മൊബൈലിലില്ലേ? നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ ഇസ്ലാമിലെ വലിയ പാണ്ഡിത്യമുള്ള ആളാണ്. അങ്ങനെ പറ, അത് കറക്റ്റ്, അത് കറക്റ്റ്, അത് ശരി. ഒരു മിനിറ്റ്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ കളവുണ്ടല്ലോ, ഈ ഇത് കളവല്ല, അത് കളവാണെന്ന് തെളിയിക്കാൻ ഷാക്കിറിനെ ഞാൻ വെല്ലുവിളിച്ചു. ഷാക്കിർ അത് തെളിയിച്ചാൽ ഞാൻ കലിമ ചൊല്ലുന്ന ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി കലിമ ചൊല്ലാൻ ഉള്ള സാധ്യത കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹദീസും കൂടി ഞാൻ വായിക്കാം. ഒരു ഹദീസും കൂടി പ്ലീസ്, എനിക്ക് ഒരു ഹദീസും കൂടി വായിച്ചേ പറ്റുള്ളൂ. അടുത്ത ഹദീസ് പ്ലീസ്. ഒരുമിച്ച് പറഞ്ഞോളൂ. ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി മാത്രം ഇരിക്കല്ല. നിങ്ങൾ നേരത്തെ ഈ ജനൻ ടിവിയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ നിങ്ങളെ ഞാൻ ഇന്ന് ഇസ്ലാം മതം വിശ്വസിപ്പിക്കും. തീർച്ചയായിട്ടും അങ്ങനെയാണ്. നിങ്ങൾ കളവായിട്ടുള്ള ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇംഗ്ലീഷിൽ ആ ബുഖാരി മുസ്ലിം എന്ന് പറഞ്ഞ അറബിയിലുള്ളതാണ്. അതിന്റെ മുഴുവൻ സത്യസന്ധമായിട്ട് ശരി. അപ്പൊ അറബി വായിക്കാത്തതാണ് കുഴപ്പം. നമുക്ക് അറബി വായിച്ചോളയാം. അതിന്റെ ഞാനിപ്പോ ഈ ഇസ്ലാമിക പാണ്ഡിത്യം പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കല്ല. എന്നാ പിന്നെ നിങ്ങൾ നുണയാണെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാ? ഹദീസിന്റെ നമ്പർ ഞാൻ പറഞ്ഞു തന്നില്ലേ? നിങ്ങൾ പോയി പരിശോധിക്കേ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിട്ടില്ലേ? AP ഉസ്താദിനെ വിളിക്കേ, അല്ലെങ്കിൽ നിങ്ങളുടെ പാണക്കാട് തങ്ങളെ വിളി. ഓ തങ്ങളെ, ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ എന്ന് ചോദിക്കേ, എന്നിട്ട് പറയും. നിങ്ങൾ വെറുതെ ഇരുന്ന് നുണയാണെന്ന് പറഞ്ഞാൽ ഇത് നുണയാവില്ല. വെറുതല്ല, അത് നമുക്ക് അടിസ്ഥാനപരമായ കാര്യം കൃത്യമായി അറിയുന്ന. ഞാൻ ഹദീസിന്റെ നമ്പർ പറഞ്ഞു, ബുഖാരി 511. നിങ്ങൾ പോയി അന്വേഷിക്കൂ. 510. ഇവിടെ ലിങ്ക് ഞാൻ ഇട്ട് തരാം. നിങ്ങൾക്ക് എന്താ തപ്പി നോക്കിയാൽ മൊബൈലില്ലേ കയ്യില്? നിങ്ങൾ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ എടുക്കണ്ടല്ലോ. നിങ്ങൾ എടുക്കൂ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾ അതാ പറഞ്ഞേ, റെക്കോർഡൊക്കെ അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് ഹദീസ് വുമൻ ഡോഗ് ഡോങ്കി എന്ന് മാത്രം സെർച്ച് ചെയ്യാം. ഓക്കെ, ഹദീസ് വുമൻ ഡോഗ് ഡോങ്കി എന്ന് സെർച്ച് ചെയ്യുമ്പോ sunna.com സൗദി അറേബ്യ ഗവൺമെന്റ് അവിടെ ഇറക്കുന്ന അവരുടെ ആ കേന്ദ്രീകൃത സംവിധാനമാണ് ഹദീസ് ഗ്രന്ഥങ്ങളുടെ. അതെടുക്കുക. അതിനകത്ത് നമ്പർ അടക്കാണ് ഞാൻ പറഞ്ഞത്. ബുഖാരി 511. അതിനകത്ത് വായിക്കാം. ഇനി അറബി എന്താണെന്ന് കൃത്യമായി ഞാൻ നിങ്ങൾക്ക് അതെ ഇപ്പൊ തന്നെ പറഞ്ഞോ. ഒരു മിനിറ്റ്. ഷാക്കിർ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഷാക്കിർ പഠിച്ച ഹദീസ് ഏതാ? അത് പറയൂ. അതിലെന്താ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പാണ്ഡിത്യം പിന്നെ എന്നാൽ ഇതൊക്കെ ഇല്ല എന്ന് പറയുന്നത് പാണ്ഡിത്യം വേണ്ടാലോ, വലിയ അവഗാഹം വേണ്ടാലോ. നിങ്ങൾ ഞാൻ മദ്രസ പഠിച്ച എന്നെ കൂടി ഇവിടെ പറയാൻ കഴിയാതെ അതെങ്ങനെ? ഞാൻ മദ്രസ ഷാക്കിർ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഹദീസും കൂടി. മനസ്സിലായോ? ഷാക്കിർ ആദ്യം പറഞ്ഞു ഇസ്ലാമിനെ കുറിച്ച് ബാലപാഠം പോലും അറിയാത്ത 3 പേരാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ കുറിച്ച് നല്ല പാണ്ഡിത്യം ഷാക്കിറിന് ഉണ്ടാവണ്ടേ?
അതെ. ഇപ്പൊ ഷാക്കിർ പറയുന്നു ഷാക്കിറിന് ഇസ്ലാമിക പാണ്ഡിത്യമില്ല. ഏതെങ്കിലും ഒന്ന് പറയും. അല്ല, അടിസ്ഥാനപരമായി എന്താ അറിയുന്നത് ഷാക്കിറിന്, അത് പറയും ഷാക്കിർ. അനിൽ നമ്പ്യാർ ഒരു കാര്യം, അനിൽ നമ്പ്യാർ, ഞാൻ ആ ഹദീസ് SMS മീൻസ് വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. അതൊന്ന് ഡിസ്പ്ലേ ചെയ്താൽ നല്ലത്. ആ ലിങ്ക് ഞാൻ അയച്ചിട്ടുണ്ട്. ഒരു ഹദീസും കൂടി ഞാനൊന്ന് വായിക്കുകയാണ്. അടുത്ത ഹദീസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഒരു സ്ത്രീ ഒരു സ്ഥലം ഭരിച്ചാൽ, ഒരു ഭരണാധികാരിയായിട്ട് ഒരു സ്ത്രീ വന്നാൽ ആ നാട് ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ഒരു ഹദീസാണ്. വായിച്ചു കളയാം. ഡ്യൂറിംഗ് ദ ബാറ്റിൽ ഓഫ് Al-Jamal, Allah benefited me with a word. When the Prophet heard the news that the people of the Persia had made the daughter of Khosrau their queen, he said, never will succeed such a nation as makes a woman their ruler. ഏതൊരു നാട് അവരുടെ ഭരണാധികാരിയായ ഒരു സ്ത്രീയെ അപ്പോയിന്റ് ചെയ്യുന്നോ ആ നാട് കൊണം പിടിക്കില്ല. സഹീ ബുഖാരി 7099. ഷാക്കിറിന് ആ മൊബൈലിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. എന്നിട്ട് നിങ്ങൾ പറയും ഇത് ഗൂഗിൾ അല്ല, നിങ്ങൾ ഈ ആരെ പറ്റിക്കുന്നത്? ഇത് വല്ല മദ്രസ പിള്ളേരെ പറയും ഗൂഗിളിൽ തപ്പിയാ കിട്ടും. ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെർച്ച് എഞ്ചിനാണ്. അതെങ്കിലും മനസ്സിലാക്കുക. എന്റെ പൊന്ന് മദ്രസ ഷാക്കിറെ, അതെങ്കിലും മനസ്സിലാക്ക്. ഓക്കെ, ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എഴുതി വെക്കുന്ന സാധനമൊന്നുമല്ല. അതൊരു സെർച്ച് എഞ്ചിനാണ്. ഈ ഇന്റർനെറ്റിൽ ഏതെങ്കിലും പുസ്തകത്തിൽ ആ സാധനം ഉണ്ടെങ്കിൽ അത് തപ്പിക്കൊണ്ട് പിടിച്ചു വരുന്ന ഒരു എഞ്ചിൻ മാത്രമാണ് ഈ പറയുന്ന ഗൂഗിൾ. ഷാക്കിർ, ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, ഒരു മിനിറ്റ്.